ലോകേഷ് ഹായ്. നമുക്കറിയാം, നമ്മുടെ നാട് മുഴുവനും വയനാടിന്റെ കണ്ണീരിൽ ലയിക്കുകയാണ്. അവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുവാണ്. ഈ പശ്ചാത്തലത്തിൽ 2ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്നുണ്ട്. നമുക്ക് പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ കുട്ടികൾ എന്ത് ചെയ്താലും അതൊക്കെ മാതാപിതാക്കൾ എടുത്ത് മാധ്യമങ്ങളിൽ ഇടും, അത് പിന്നീട് വൈറലാകും. അതൊക്കെ സർവ്വസാധാരണമാണ്. അർജുന്റെ വിഷയത്തിലായിരുന്നാലും ഒരു ചെറിയ കുട്ടിയുടെ കത്ത് വൈറലായിരുന്നു. ഇപ്പോഴിതാ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത്. TV തുറക്കാൻ പേടിയായിരിക്കുന്നു. മരിച്ചവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഒറ്റ രാത്രി ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്ക് ഒരു ഭൂപ്രദേശം മുഴുവനും ഒലിച്ചു പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴിതാ ചൂരൽമലയിലും മുണ്ടക്കയിലും വേദനിപ്പിക്കുന്ന വാർത്തകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. മനസ്സുകൊണ്ട് വേദനിക്കുന്ന, പൊട്ടിക്കരയുന്ന മനുഷ്യനെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. മനുഷ്യ മനസാക്ഷി മരവിച്ച് നിൽക്കുകയാണ് ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ. കണ്ണൂർ ജില്ലയിലെ ഒരു 2ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനി എഴുതിയ ഡയറി കുറിപ്പ് ഇന്ന് മീഡിയകളിൽ ശ്രദ്ധേയമായിരിക്കുന്നു. മുയ്യം AUP സ്കൂളിലെ അതിഥി എന്ന ഒരു പെൺകുട്ടിയാണ് ഉള്ളു നീറുന്ന ഒരു ഡയറി കുറിപ്പ് എഴുതിയിട്ടുള്ളത്. ഡയറി കുറിപ്പിന്റെ ചിത്രം മുയ്യം സ്കൂളിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. ഡയറി കുറിപ്പ് ഇങ്ങനെയാണ്: ഇന്ന് സ്കൂളിൽ ലീവായിരുന്നു. ഉച്ചയ്ക്ക് അമ്മ TV വെച്ചപ്പോഴാണ് ഞാൻ ആ വാർത്ത കണ്ടത്. വയനാട്ടിലെ മേപ്പാടി എന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായി. ആ നാട് മുഴുവൻ വെള്ളത്തിനടിയിലായി. ഒരുപാട് ആളുകൾ മരിച്ചു, കുറെ പേരെ കാണാതായി, കുറെ വീടുകൾ പൊട്ടിപ്പോയി. TV-യിൽ ആളുകൾ കരയുന്നു. ദൈവം എന്താ ആരെയും രക്ഷിക്കാത്ത? അതിഥി കുറിച്ചതാണ്. കരുതലിന്റെ തലമുറ ഇനിയും കേരളത്തിലുണ്ട്, എന്നും എക്കാലവും ഇഷ്ടവും സ്നേഹവും എന്ന ക്യാപ്ഷനോടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡയറി കുറിപ്പിൽ ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം ഒരു കൊച്ചു ചിത്രവും അതിഥി വരച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടി കല്ലും മരവും ഇടിഞ്ഞു വീഴുന്നതും, വീട് തകരുന്നതും, മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യരെയും എല്ലാം കുഞ്ഞതിഥി തന്റെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ കുഞ്ഞു വരച്ചതാണോ, കുഞ്ഞെഴുതിയ പോസ്റ്റാണോ, 2ാം ക്ലാസ്സുകാരിക്ക് ഇത്രയും മികച്ച രൂപത്തിൽ എഴുതാൻ കഴിയുമോ, ആരെങ്കിലും കുഞ്ഞിനെ സഹായിച്ചിരിക്കുമോ, അതോ പേരൻസ് തന്നെ കുഞ്ഞിനെ വൈറലാക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന ചിന്തകളും ചർച്ചകളും ഒക്കെ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. മനുഷ്യർ ഈ രൂപത്തിൽ ദുരന്തത്തിൽ അകപ്പെടുമ്പോൾ മതവിമർശനം ഈ സാഹചര്യത്തിൽ നന്നല്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഇവര് പച്ചയായ മനുഷ്യരല്ലേ? ഇവരെ രക്ഷിക്കാൻ അവരെ സൃഷ്ടിച്ചവന് ഒരു ബാധ്യതയില്ലേ എന്ന് ചോദിക്കുവാണ്. ആ വിഷയത്തിൽ അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ചെറിയ കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കാൻ വരെ തയ്യാറായി നിൽക്കുവാണ് ചില സ്ത്രീകൾ. ദുരന്തത്തിൽ മരിച്ചുപോയ മാതാപിതാക്കൾ, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ, എൻ്റെ ഭാര്യ റെഡിയാണ്. ഈ ഒത്തൊരുമയ്ക്ക് മുന്നില് എല്ലാ ദുരന്തങ്ങളും തോറ്റുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വയനാട്ടിലെ ദുരന്ത ഭൂമിയില് ഓരോ ജീവനും രക്ഷിക്കാനുള്ള തീവ്ര പരിശ്രമമാണ് നടക്കുന്നത്. അവരുടെ ഉറ്റവരോ ഉടയവരോ ഒന്നുമല്ല, എന്നാലും അവരുടെ ആരൊക്കെയോ ആണ്. അതുകൊണ്ടാണ് അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് മഴയെന്നും വെയിലെന്നും ഇല്ലാതെ, രാത്രിയെന്നും പകലെന്നും ഇല്ലാതെ, കരിങ്കല്ലും മരങ്ങളും എന്നില്ലാതെ ഇനിയും ഉരുൾപൊട്ടാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ രൂപത്തിൽ അതിതീവ്രമായി പരിശ്രമിക്കാൻ കഴിയുന്നത് ഇതെന്റെ ആരോ ആണ് ഈ മണ്ണിനടിയിലുള്ളത് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ്. മനസ്സിനെ ഉലയ്ക്കുന്ന വാർത്തകൾക്കിടയിലും മലയാളിയുടെ ഐക്യവും സ്നേഹവും വീണ്ടും നമുക്ക് മനസ്സിലാക്കുകയാണ് ഒരിക്കൽ കൂടി. തൻ്റെ സഹജീവികളോട് എത്രമാത്രം കരുണയുള്ളവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ എന്ന് മനസ്സിലാക്കുന്നത് നമുക്കൊരു വീഴ്ച വരുമ്പോഴാണ്, നമുക്കൊരു വേദന വരുമ്പോഴാണ് നമ്മളോടൊപ്പം നിൽക്കാൻ, നമ്മളെ സഹായിക്കാൻ,
നമ്മളൊന്ന് ചിരിച്ച് കാണാൻ, നമ്മുടെ ആ വേദനയൊന്ന് ഇല്ലാതായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യ ജന്മങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഓരോരുത്തരും അവരവരുടെ സാമ്പത്തിക സാഹചര്യത്തിനനുസരിച്ച് സഹായങ്ങൾ ചെയ്യുമ്പോൾ അമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുമക്കൾക്ക് വേണ്ടി മുന്നോട്ട് വന്ന ഒരു പൊതുപ്രവർത്തകന്റെ വാക്കുകളാണ് നമ്മുടെ ഹൃദയങ്ങൾ ഉടക്കി പിടിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, എൻ്റെ ഭാര്യ റെഡിയാണ് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ വാട്സാപ്പ് മെസ്സേജിലൂടെ സന്നദ്ധ പ്രവർത്തകരെ അറിയിക്കുന്നത്. ചേർത്ത് പിടിക്കാൻ നമുക്കൊപ്പം ആളുണ്ടെങ്കിൽ ഏത് പ്രകൃതി ദുരന്തത്തെയും ഏത് രൂപത്തിലുള്ള വൈറസുകളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന് പല തവണകളിലും ഈ കേരളം, ഈ മലയാളി മണ്ണ് തെളിയിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകന്റെ പേര് മറച്ചു വെച്ചിട്ടാണ് സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇതിന് പുറകെ ഇടുക്കി സ്വദേശിയായ സജിനും കുടുംബവും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കുഞ്ഞുമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. നല്ല മാതൃകകൾ എന്നും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച മലയാളികൾക്ക് അഭിമാനിക്കാൻ ഇതിൽ പരം എന്തു വേണം? അതെ, നമ്മൾ അങ്ങനെയാ. നമ്മൾ പരസ്പരം അടിയും കുത്തും തല്ലും വെട്ടും മത വൈരങ്ങള് രാഷ്ട്രീയ വിരോധങ്ങൾ ഒക്കെ ഉണ്ടാകും. എന്നാലും ഒരു പ്രയാസം വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ മലയാളികൾ ഒരുമിച്ച് നിന്ന ചരിത്രമാണ് ഈ കേരളക്കരയ്ക്കുള്ളത്. ഇന്നും വർഗീയ കോമരങ്ങൾ എത്തിയിട്ടുണ്ട്, മതതീവ്രവാദികൾ എത്തിയിട്ടുണ്ട്. കമന്റുമായി വരട്ടെ. ഇപ്പോ വൈദ്യുതി സേനയുടെ നിരന്തരമായി വിശ്രമമില്ലാത്ത പരിശ്രമത്തിനൊടുവിൽ ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ അട്ടമലയിൽ വൈദ്യുതി എത്തിയിട്ടുണ്ട്. തകർന്നു പോയ പോസ്റ്റുകൾ മാറ്റിയും ചരിഞ്ഞു പോയവ നിവർത്തിയും 11 kV ലൈൻ വൈദ്യുതി ശൃംഖല പുനർനിർമ്മിച്ചാണ് അട്ടമലയിലെ 3 ട്രാൻസ്ഫോമറുകളിലേക്ക് വൈദ്യുതി എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 400ഓളം വീടുകൾ ഇന്ന് പ്രകാശിച്ചു. ചൂരൽമലയിൽ നിന്ന് താൽക്കാലിക പാലത്തിലൂടെ ശ്രമകരമായി ജീവനക്കാരെയും ഉപകരണങ്ങളെയും അട്ടമലയിൽ എത്തിച്ചിട്ടായിരുന്നു പുനഃസ്ഥാപനം നടന്നത്. KCB മേപ്പാടി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ 2 ടീമുകളായി തിരിഞ്ഞ് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പരിശ്രമമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. ചൂരൽമല ടൗണിലെ പ്രകാശ സംവിധാനവും ഏതാണ്ട് സജ്ജമാക്കിയിട്ടുണ്ട്. വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടിയതുമായി ബന്ധപ്പെട്ട് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. വയനാട് കളക്ട്രേറ്റിലെ APJ ഹാളിൽ രാവിലെ 11:30 നടക്കുന്ന യോഗത്തിൽ വയനാട്ടില് ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാര്, ജില്ലയിലെ MLA മാര്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരൊക്കെ പങ്കെടുക്കുമെന്നാണ് അറിഞ്ഞത്. രാവിലെ 10:30 APJ ഹാളിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥരുടെ യോഗം നടക്കും. അതേസമയം വയനാട് ഉണ്ടായ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തിയതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിട്ടുണ്ട്. ദുരന്തമുണ്ടായ സ്ഥലത്തു നിന്നും ആളുകളെ നേരത്തെ ഒഴിപ്പിച്ചതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായതെന്നും പഴിചാരാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വരരുത് എന്നും മുഖ്യമന്ത്രി താക്കീത് നൽകി. തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി അമിത്ഷായ്ക്ക് ഒരു മറുപടി എന്ന വണ്ണം നൽകുന്നത്. മകൾ മരിച്ച ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ വീട്ടുപറമ്പിൽ ചിതയൊരുക്കി ജീവൻ ഒടുക്കി. തൃശ്ശൂര് വാടാനപ്പള്ളിയിലാണ് സംഭവം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുക. വീടിനകത്ത് തന്നെ ഒരു ആത്മഹത്യാ കുറിപ്പും തുടർന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെ 100 കണക്കിന് ആളുകൾ പരിശ്രമിക്കുമ്പോൾ മകളില്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കണ്ട എന്ന് പറയുകയാണ് ഒരമ്മ. ഒരു ജീവന് ലോകം എത്രമാത്രം വില നൽകുന്നു എന്ന് ലോറി ഡ്രൈവറായ അർജുന്റെ വിഷയത്തിൽ നമ്മൾ കാണുവാണ്. ഒരു അർജുൻ എന്ന യുവാവ് ലോറിയുമായി കർണാടകയില് ഗംഗാവാലി പുഴയിലേക്ക് പോയി എന്ന് പറഞ്ഞു. ആ സമയത്ത് എത്ര വലിയ പരിശോധനകളാണ് അവിടെ നടക്കുന്നതെന്ന് നോക്കണം. എത്ര യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടാണ് പരിശോധിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവൻ അത്രയേറെ പ്രാധാന്യമുണ്ട്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് ദുരിതാശ്വാസ സഹായം നൽകാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ കേരളത്തിലെ പൊതുമേഖലാ വ്യവസായശാലകളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മന്ത്രി P. രാജീവ്.
ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മന്ത്രി വ്യവസായ ലോകത്തോട് അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. അങ്ങനെ സംഘടിതമായി ഒരു നാടിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൽ പങ്കുചേരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാടിന് കൈത്താങ്ങേകാൻ KSFEയും മുന്നിലുണ്ട്. അപ്രതീക്ഷിത ദുരന്തത്തിന്റെ പാർശ്വഫലങ്ങളിൽ നിന്നും വയനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി KSFE 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. KSFE മാനേജ്മെന്റും ജീവനക്കാരും ചേർന്നാണ് തുക സ്വരൂപിക്കുന്നത്. സർക്കാർ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ KSFEയും പങ്കാളികളാകും എന്നറിയുന്നു. കനത്ത മഴ പല ജില്ലകളിലും തുടരുകയാണ്. മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 7 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വ്യാഴാഴ്ചയും അവധി പ്രഖ്യാപിച്ചത്. കാസർഗോഡ് ജില്ലയിൽ മുൻകരുതലിന്റെ ഭാഗമായി കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, സ്റ്റേറ്റ്, CBSE, ICSE സ്കൂളുകൾക്ക്, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, മദ്രസകൾ എന്നിവയ്ക്കൊക്കെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ലാതെ തുടരും. കണ്ണൂർ ജില്ലയിൽ അതിശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോ ട്യൂഷൻ ക്ലാസുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നത്. കണ്ണൂർ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കൊന്നും മാറ്റമില്ല എന്നറിയുന്നു. കണ്ണൂർ ജില്ലയിൽ പല സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറി. മാത്രമല്ല, മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഴുവൻ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക്, കോഴ്സുകൾക്ക് അവധി ബാധകമല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കനത്ത മഴയെ തുടർന്നാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോ നമുക്കറിയാം, മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഈ ദുരന്തമുണ്ടാകുന്നത്. ആൺപെൺ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാതെയാണ് മൃതദേഹങ്ങൾ പുഴയിലേക്ക് ഒഴുകി വരുന്നത്. പലരുടെയും ശരീരഭാഗങ്ങൾ മാത്രമാണ് രക്ഷാപ്രവർത്തകർക്ക് കിട്ടുന്നത്. അവസാനമായി പുറത്തു വന്ന കണക്ക് പ്രകാരം 250-ലേറെ ആളുകൾ മരിച്ചു കഴിഞ്ഞു. 72 എന്നാ കണ്ടത്, 272. ഇതിൽ 96 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞത്. 76 പേര് പുരുഷന്മാരാണ് എന്ന് പറയപ്പെടുന്നു. 67 പേര് പുരുഷന്മാര്, 77 പുരുഷന്മാരും 66 സ്ത്രീകളും 22 കുട്ടികളും. 166 മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞത്. 61 മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചതിൽ 41 എണ്ണവും പോസ്റ്റ്മോർട്ടം ചെയ്തു. 75 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 219 പേരെയാണ് ദുരന്ത പ്രദേശത്ത് നിന്ന് ആശുപത്രികളിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇതിൽ 78 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുവാണ്. 142 പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റി. വയനാട്ടിൽ 73 പേരും മലപ്പുറത്ത് 5 പേരുമാണ് ചികിത്സയിലുള്ളത്. ആരും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പ്രകൃതിയുടെ ഓരോരോ ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും അത് അനുഭവിക്കുക തന്നെ വേണം. ഇപ്പോൾ വീണ്ടും ഭയങ്കരമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. ദുരന്തമുഖത്ത് വേദനയോടെ ജനങ്ങൾ ഏതാണ്ട് നേരം ഇരുട്ടിക്കഴിഞ്ഞപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു. പക്ഷേ എന്നാലും ആ ദുരന്തമുഖത്ത് നിന്നും പോകാതെ ഉറ്റവരെയും ഉടയവരെയും അന്വേഷിച്ച് നിൽക്കുകയാണ് ഒരുപാട് ആളുകൾ. വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിന് പിന്നില് വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന ഒരു കാരണം കൂടി ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു. ഇത് ഭയന്നാണ് അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതിരുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്ത. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് 4000-ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും അത് നടപ്പിലാക്കിയില്ല. വയനാടിന്റെ MP രാഹുൽ ഇന്നുവരെ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചിട്ടുമില്ല എന്ന് കേൾക്കുന്നു. നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ജനപ്രതിനിധി നമ്മളോട് നീതി കാണിച്ചിട്ടില്ലെങ്കിൽ അതൊരു വേദന തന്നെയാണ്.
കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വെബ്സൈറ്റ് കാണിച്ച് പിടിച്ചു നിൽക്കാമെന്ന് ഒരിക്കലും മുഖ്യമന്ത്രി കരുതരുത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇത് അനേകം നിരപരാധികളായ മനുഷ്യരുടെ മരണത്തിന് കാരണമായ ഒരു നാടിന്റെ വിലാപത്തിന്റെ കാര്യമാണ്. രാഷ്ട്രീയം പറയാൻ ഇറങ്ങിയതല്ല, മതവൈരം പറയാനും ഇറങ്ങിയതല്ല. ദുരന്ത മുഖത്ത് നിന്ന് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരുപാട് വാർത്തകൾ. പാർലമെന്റിൽ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ ആളുകൾക്കുള്ള മറുപടി കൃത്യമായി ആഭ്യന്തരമന്ത്രി നൽകിയിട്ടുണ്ട്. പിന്നെ NDRF സ്ഥലത്തെ കേന്ദ്ര സർക്കാർ തന്നെ ഒരാഴ്ച മുമ്പ് ഇങ്ങോട്ട് അയച്ചതാണ്. അപ്പോ ജല വിഭാഗമായിരുന്നു പറയേണ്ടിയിരുന്നത്, വൈദ്യുതി വിഭാഗമാണ് പറയേണ്ടിയിരുന്നത് എന്നതിനൊന്നും ഇവിടെ ന്യായീകരണമില്ല. കാരണം മറ്റൊന്നുമില്ല, രാപ്പകലില്ലാതെ ജനങ്ങൾ അവിടെ കഠിനാധ്വാനം ചെയ്യുവാണ്. ഉറ്റവരെയും ഉടയവരെയും അവർക്ക് കണ്ടെത്തിയേ തീരൂ. അതിനുവേണ്ടിയാണ് ഇപ്പോഴിതാ വീണ്ടും പഴയതുപോലെ തന്നെ മുമ്പ് ആലുവയിലെ പ്രളയത്തിന് ഒരു കേരള സ്റ്റോറി ഉണ്ടായിരുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ ഒരു നാട്, കുത്തിയൊലിച്ചു വന്ന മലവെള്ളപ്പാച്ചിലിൽ ഒരു തരി പോലും ശ്വാസമില്ലാതെ മണ്ണിൽ പൂണ്ടില്ലാതായ മനുഷ്യ ജീവനുകൾ അവശേഷിപ്പിച്ച ദുരന്ത ഭൂമിയിലാണെന്ന് മനുഷ്യർ. ആ നാടിനെ ഒന്നാകെ ചേർത്ത് പിടിക്കുകയാണ് കേരളം ഇന്ന്. അതിൽ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല. മനുഷ്യത്വം എന്ന ഒരു മൂല്യം മാത്രമാണ് കാണുന്നത്. ആ രൂപത്തിൽ ചേർത്ത് പിടിക്കലിന്റെ ഹൃദ്യമായ കാഴ്ച ഒരുക്കിയ സംഭവങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇക്ക ഉണ്ടല്ലോ. തുണിക്കടയിലെ തന്റെ തുണി മുഴുവനും അന്ന് ആലുവയിലെ പ്രളയബാധിതർക്ക് കൊടുത്തതുപോലെ ഇത്തവണയും ആ വലിയ മനുഷ്യൻ തൻ്റെ കടയിലെ മുഴുവൻ തുണികളും നൽകുകയാണ് വയനാടിന്റെ ദുരന്തമുഖത്ത് നിൽക്കുന്ന ആളുകൾക്ക്. ഇതില് ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വയനാട് ദുരന്തത്തിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുവാണ്. ഈ സാഹചര്യത്തിലും 4000 കിലോമീറ്റർ അകലെ പലസ്തീനിൽ പ്രവർത്തിക്കുന്ന ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ തലവനായ ഇസ്മായിൽ ഹനിയ എന്ന കൊടും ഭീകരൻ മൊസാദിന്റെ കരങ്ങളാൽ കൊല്ലപ്പെട്ടു. ഇതിലും പ്രതിഷേധം പ്രകടിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കാക്കാ കുഞ്ഞുങ്ങൾ മറക്കുന്നില്ല. ഉണ്ണുന്ന ചോറിന് നന്ദിയില്ലാത്ത, രാജ്യത്തോട് കൂറില്ലാത്ത ഏക വിഭാഗമാരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ. മനുഷ്യത്വമില്ല, മര്യാദയില്ല, ദേശദ്രോഹത്തിന് പേരുകേട്ട ആളുകൾ, അവരാണ് വീണ്ടും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും പലസ്തീനിലെ മതത്തെ ചേർത്ത് പിടിക്കണം എന്നത് അവരുടെ ഒരു നിർബന്ധമാണ്. വീണ്ടും ഉരുൾപൊട്ടലിന് മുന്നില് വലിയ ഒരു ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കേരളം. ഉരുൾപൊട്ടലും പ്രളയവും ഒക്കെയായി മഴക്കാലം ദുരന്തമാകുകയാണ്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി മറ്റൊരു ഉരുൾപൊട്ടൽ ദുരന്തത്തിന് കേരളം സാക്ഷിയാകുമ്പോൾ കേരളത്തിന് മുന്നിൽ ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇത്തവണ വയനാട് മുണ്ടക്കൈയുടെ ഊഴമാണെന്ന് മാത്രം. ഇനിയും ഇത് പതിവായി കൊണ്ടിരിക്കുന്നു. സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും എന്ത് വിലയാണ്, എന്ത് മൂല്യമാണ്, എന്ത് സുരക്ഷയാണ് ഈ നാട്ടിലുള്ളത് എന്ന് ചോദിച്ചു പോകുന്നു. പുത്തുമല, കവളപ്പാറ, പെട്ടിമുടി, കൂട്ടിക്കൽ, ഇതൊക്കെ നമ്മൾ കണ്ട ദുരന്തങ്ങളുടെ പകുതികളാണ്. ഇപ്പോഴിതാ ചൂരൽമലയും. 2019 ഉരുൾപൊട്ടൽ കവർന്ന പുത്തുമലയ്ക്ക് ഒരല്പം അകല മാത്രമാണ് ഈ ചൂരൽമല. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വയനാട് വീണ്ടും ദുരന്ത ഭൂമിയായി മാറി. എന്തുകൊണ്ടാണ് വയനാടിന് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചു വരുന്നത്? മഴ മാത്രമല്ല, ഉരുൾപൊട്ടലിന് ഒരുപാട് കാരണങ്ങൾ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമായും 2 കാരണങ്ങൾ. ഒന്ന് കണ്ടീഷനിങ് ഫാക്ടേഴ്സ് എന്നാ പറയുന്നത്. 2 ട്രിഗറിങ് ഫാക്ടേഴ്സ്. അവരുടെ ഭാഷയുണ്ടല്ലോ. പ്രേരക ഘടകം. കണ്ടീഷനിങ് ഫാക്ടേഴ്സിൽ ഭൂമിയുടെ ചരിവും മണ്ണിന്റെ കനവും മണ്ണിന്റെ ഘടനയുമാണ് ഉരുൾപൊട്ടലിന് കാരണമാകുന്നത്. ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മഴയും. കേരളത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേക സാഹചര്യവും ഭൂപ്രകൃതിയും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ
സംസ്ഥാനത്തെ ഉരുൾപൊട്ടലുകൾക്ക് കുന്നിന്റെ ചെരിവും പ്രധാനമായി കാരണമായിട്ട് വരുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും എന്തുകൊണ്ടാണ് ഈ പാവങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകാത്തത്? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് കൂടി ജീവിക്കാനുള്ളതല്ലേ ഈ ഭൂമി? എന്തുകൊണ്ടാണ് സാധാരണക്കാരന്റെ ജീവന് ഒരു വിലയും നൽകാൻ തയ്യാറാകാത്തത്? പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ ചോദിക്കേണ്ടതാണോ എന്നറിയില്ല, ചോദിച്ചു പോകുന്നതാണ്. സാധാരണക്കാർ അവിടെ നിന്നിട്ട് തന്നെ ലൈവുകളിലൂടെ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉണ്ണിക്കുട്ടൻ എന്താടാ ചുമ്മാ നിസ്കരിക്കണോ? ആഷിക്ക് എന്താടാ നിന്റെ ഉമ്മക്കില്ലേ? ഈ സാഹചര്യത്തില് നിന്നോടൊന്നും മറുപടി പറയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ലൈവിലേക്ക് വന്നത്. പക്ഷേ നീയൊക്കെ ചോദിച്ചു വാങ്ങിച്ചാൽ എന്ത് ചെയ്യും? ഉണ്ണിക്കുട്ടൻ എന്താടാ ഉച്ചയും കുത്തി മറിയണോ? വയനാട്ടിൽ പോയി നിന്നോടാ. താഹ കുഞ്ഞിന് എന്താടാ വേണ്ടത്? ഉമ്മായെ കൊണ്ടിടണമെന്നോ? വയനാട്ടിലെ അവിടെ മലയില് കൊണ്ടിടറാ, നീയൊക്കെ കൊണ്ടിടോടാ. ശ്രീജിത്തിന് എന്ത് കണക്കാടാ വേണ്ടത്? ഞാൻ എന്ത് ചെയ്തെന്നുള്ളതിന്റെ കണക്ക് നിനക്ക് വേണോ? ആദ്യം നീ ചെയ്തതിന്റെ കണക്ക് ഇങ്ങോട്ട്. മദ്രസ ബുദ്ധിയല്ലേടേ, നിനക്കൊന്നും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എനിക്കതൊന്നും വലിയ അത്ഭുതമായിട്ട് തോന്നുന്നുമില്ല. കാരണം നമ്മൾ പഠിച്ചതല്ലേ പാടൂ. എന്താടീ സജീന അപ്പിക്കുപ്പായക്കാരി, നിന്റെ വീട്ടിലാരെങ്കിലും വന്നോ? ഇവിടെ നിൽക്കാൻ പറ്റണില്ല. ഇവിടെ JCB സംവിധാനങ്ങൾ വേണം. വരുന്ന ആൾക്കാരെ മുഴുവൻ പോലീസുകാർ പിടിച്ചൊക്കെയാണ്. പോലീസുകാർ എന്നാ ഇവിടെ കളക്ടറേറ്റ് വിക്കറ്റിങ് നടക്കണ മാതിരി ബാരിക്കേഡ് വെച്ചിട്ട് ജനങ്ങളെ തടയാണ്. ഞങ്ങളൊക്കെ ബാക്കിയുള്ളവരാണ് മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത്. ഞങ്ങളൊക്കെ എന്താ പണി? ഓലൊക്കെ ജീവൻ പോയി. ഞങ്ങൾക്ക് ഇത് എടുക്കണം, ഞങ്ങൾക്ക് ഇത് രക്ഷപ്പെടുത്തണം. അതിന് ഇവരാരും നമ്മളെ സമ്മതിക്കണില്ല. ഞങ്ങളെ ജനങ്ങളെ മൊത്തം പോലീസ് തടഞ്ഞിക്കാണ്. ഇതൊക്കെ ഞങ്ങളെ വേദന പറയാണ്. ഞങ്ങളെ നെഞ്ചിനുള്ളത്തെ വേദനയെ പറയണേ. ഞങ്ങളെ കൂടപ്പറപ്പാണ് മണ്ണിന്റെ അടിയില. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കണം. അധികാരികൾ കണ്ണോർക്കണില്ല, അധികാരികൾ പറഞ്ഞില്ല. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാതെ കിടക്കുക കുന്നിന്റെ മുകളിൽ. ഞങ്ങൾ ആൾക്കാർ ഭക്ഷണം കൊണ്ടുതന്നെ സന്നദ്ധ സംഘടനയുടെ ആൾക്കാരെ മൊത്തം തടഞ്ഞു വെച്ചിട്ടാണ് ഭക്ഷണം കൊണ്ടുതന്നെ. സർക്കാർ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കണില്ല. അവര് ഞങ്ങൾ ഇടങ്ങാറായി കിടക്കാണ്. ഞങ്ങൾ ഇത് അവിടെ വന്നിക്കണ് ആകെ പ്രശ്നമായി കിടക്കാണ്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് പറയും. ഞങ്ങളെ കൂടപ്പറപ്പുകൾ മണ്ണിന്റെ അടിയിൽ സ്ലാബിന്റെ അടിയിൽ കിടക്കാണ്. ഇത് പൊക്ക ഇറ്റാച്ചോ JCB കൊണ്ടാകാൻ അവർ സമ്മതിക്കണില്ല. ഇവിടെ വാരിക്കേട് വെച്ചിങ്ങാണ്ട് തടഞ്ഞേക്കണ്. ഇവിടെ എന്താ നാളെ കളക്ടറേറ്റിൽ വിക്കറ്റിങ്ങോ തരണ എന്തേലും ഉണ്ടാവും ഇവിടെ. ഇവിടെ ഞങ്ങളെ പാവങ്ങൾ ഞങ്ങളെ കൂടപ്പറപ്പുകൾ മണ്ണിന്റെ അടിയിൽ കിടക്കണ എടുക്കാൻ വന്നതാ. ഞങ്ങള് എന്തേലും സംവിധാനം ഇതിന് ചെയ്യണം. നാടിന്റെ നാനാ ഭാഗത്തും ഇവര് വരുന്ന സ്ഥലങ്ങളിൽ മൊത്തം ഇവർ തടഞ്ഞു വെച്ചിക്കാണ്. ജനങ്ങളെ മൊത്തം ജനങ്ങളെ തടഞ്ഞു വെച്ചിക്കാണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയും. ഞങ്ങളെ കൂടപ്പറപ്പുകൾ മണ്ണിന്റെ അടിയിലാണ്. ഞങ്ങൾക്ക് ഓലെ ബോഡി കിട്ടണോ? ഓലെ എന്തായാലും മരിച്ചിട്ടുണ്ടാവും. അത് എടുക്കാനുള്ള സംവിധാനം ചെയ്യാൻ പോലീസ് സമ്മതിക്കുന്നില്ല. അതാണ് ഞങ്ങളെ പ്രശ്നം. ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാ ഈ പോലീസുകാർ ഇറങ്ങിയിട്ട് ഈ ബോഡി എടുക്കട്ടെ. നാട്ടിൽ നിന്ന് ഈ ചളിയിൽ ഇറങ്ങട്ടെ. ഒരൊറ്റ പോലീസുകാർ ഒരു ചളിയിൽ ഇറങ്ങണില്ല. ഓല് മുഴുവൻ റോട്ടിൽ നിൽക്കുക ഞങ്ങളെ തടയാന്. ഒരു പേരുടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 5 മണിക്ക് ഞങ്ങളെ കുന്നിന്റെ മുകളിൽ രാവിലെ കയറിയതാ. ഞങ്ങൾ കിലോമീറ്ററോളം ദൂരം താണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഒരുപാട് ബോഡി ഞങ്ങൾ എടുത്തു വിട്ടത്. ഇനിയും 100 കണക്കിന് ബോഡി അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സ്ലാബ് പൊക്കാൻ വയ്യ. ഓരോ സ്ലാബ് പൊക്കണമെങ്കിൽ ഇറ്റാച്ചോ ക്രെയിനോ JCB വേണം. അത്ര വലിയ വീടുകളാണ് നിറഞ്ഞ് അതിന്റെ അടിയിൽ ആള് കിടക്കുന്നത്. ഇത് എടുക്കാൻ സംവിധാനങ്ങളുണ്ട്. പോലീസ് ഉപയോഗിക്കുന്നില്ല. പോലീസ് ജനങ്ങളെ പായിപ്പിക്കാൻ നിൽക്കുകയാണ്. എത്രയോ ആൾക്കാർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ പറ്റാതെ ഭക്ഷണം പോലും കൊടുക്കാൻ നേരത്തിന് തയ്യാറാണില്ല. ഇത് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തത് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ ഇവിടെ പോലീസിനെ ഞങ്ങൾ നേരിടും. അത് ഉറപ്പാണ്. ഞങ്ങൾ മരിച്ചാലും മടിയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവര് മേപ്പാടി തടഞ്ഞു നിർത്തിയാണ് ഭക്ഷണം വരുന്നതൊക്കെ. ഇവിടെ മുണ്ടക്കായി കുന്നിന്റെ മുകളിൽ ഇപ്പോഴുണ്ട് 100 ആൾക്കാര് ഭക്ഷണം കിട്ടാതെ അവിടെ തരയണേ. ഞങ്ങളൊക്കെ അവിടുന്ന് ഭക്ഷണം കിട്ടിയിട്ട് 10 കുഴങ്ങിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതാ. നിർത്തി പോന്നാ ഞങ്ങള്.
നിങ്ങൾ ഇതുവരെ പറഞ്ഞ ചാനലുകാരൊന്നും ഇത് പുറത്തു വിടുന്നില്ല. ഒറ്റ ചാനലുകാരും പുറത്തു വിടുന്നില്ല. നമുക്കിത് പറയാനുള്ളത് ചാനലുകാർ ഇത് പുറത്തു വിടണമെന്നാണ് നമ്മൾ പറയുന്നത്. ഞങ്ങള് കൊണ്ടിരുന്ന ഭക്ഷണം അങ്ങോട്ട് വിട്ടു. ആവശ്യപോലെ ഫുഡ് കിട്ടും. ഇത് യഥാസമയം അപ്പോ അവരെ സഹായിക്കാൻ സന്നദ്ധരായി അവരുടെ കൂടപ്പിറപ്പുകളായിട്ടുള്ള ആളുകൾ തയ്യാറായി വന്നപ്പോൾ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനോ സ്ലാബുകൾ പൊക്കി അതിൻ്റെ അടിയിലുള്ള ആളുകളെ രക്ഷപ്പെടുത്താനോ ഇവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഇവരുടെ പരാതി. കാരണം ഉറ്റവരും ഉടയവരും അതിൻ്റെ അടിയിൽ പാതി ജീവനായിട്ട് കിടക്കുമ്പോൾ ഇവർക്ക് സമാധാനം കിട്ടുന്നില്ല. ഈ വയനാട് ദുരന്തത്തില് മരണപ്പെട്ട ആളുകളുടെ എണ്ണം 276 ഇനിയും ആയിരക്കണക്കിന് ആളുകൾ അതിനടിയിൽ പെട്ടുപോയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി പുറത്തു വരുന്ന രേഖകൾ. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയെന്ന് പറയുന്നു. കാണാതായ ആളുകളെ കുറിച്ച് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. മേപ്പാടി സർക്കാർ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് 174 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 119 മൃതദേഹങ്ങൾ വയനാട് നിന്നും 55 മൃതദേഹങ്ങൾ നിലമ്പൂരിൽ നിന്നുമാണ്. തിരച്ചിലിൽ നിരവധി ശരീരഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അവർ ഈ ശരീരം ഏറ്റുവാങ്ങിയിട്ട് ചോദിക്കുന്നു, എവിടെ കൊണ്ടുവയ്ക്കും? വീടില്ലല്ലോ, വീടുകൾ ഒലിച്ചു പോയില്ലേ? വേണ്ടപ്പെട്ട ഉറ്റവർക്കും ഉടയവർക്കുമൊക്കെ ഈ ശരീരം ഒന്ന് കാണണ്ടേ, അവസാനമായി ഈ മുഖം ഒന്ന് കാണണ്ടേ? കൊണ്ടുവെക്കാൻ വീടില്ല. 500ഓളം വീടുകൾ തകർന്നു കഴിഞ്ഞു. ഇവരുടെ ബന്ധുക്കൾ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയില്ല, ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്നറിയില്ല. അവരെ അറിയിക്കാനുള്ള സംവിധാനവും നിലവിൽ അവരുടെ കയ്യിലില്ല. കാരണം ഫോണൊക്കെ പോയല്ലോ. നിലവില് ദുരന്ത സ്ഥലത്ത് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തി. പ്രതികൂലമായ കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടി നൽകുന്നു. മേപ്പാടിയിൽ തുടരുന്ന മഴ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാണ്. മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വീണ്ടും ഉരുൾപൊട്ടാൻ സാധ്യതയുള്ളതായിട്ടാണ് കളക്ടർ അറിയിക്കുന്നത്. സംഭവ സ്ഥലത്ത് സൈന്യം വിരമിക്കുന്ന അതേസമയം, അതായത് ഇപ്പം ഏതാണ്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല രക്ഷാപ്രവർത്തനങ്ങൾ. താൽക്കാലികമായിട്ട് അവർക്ക് അവിടെ നിന്ന് വിരമിച്ചേ മതിയാകും. ഇരുട്ട് കയറി, മഴയുണ്ട്, വീണ്ടും ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട്. ചെളിയും മണ്ണും നിറഞ്ഞു കിടക്കുന്നു, മരങ്ങൾ മുറിഞ്ഞു കിടക്കുന്നു. അതെടുത്തു മാറ്റാൻ പറ്റുന്ന സംവിധാനങ്ങളില്ല. സ്ലാബിനടിയിൽ ഒരുപാട് മനുഷ്യരുണ്ട്. സ്ലാബ് പിടിച്ച് പൊക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതിനെന്തെങ്കിലും യന്ത്ര സംവിധാനങ്ങൾ ഒരുക്കിയാലേ പറ്റൂ. അതിനെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ പാലം പണിയണം. ഒരുപാട് കടമ്പകൾ, എല്ലാം പ്രതിസന്ധികളാണ്. ഇപ്പോ സംഭവ സ്ഥലത്ത് സൈന്യം തന്നെ നിർമ്മിക്കുന്നുണ്ട് ഒരു ബെയിലി പാലം. നാളെ രാവിലെ കൊണ്ട് പാലത്തിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാകുമെന്നാണ് പറയപ്പെടുന്നത്. പാലം നിർമ്മിക്കാനുള്ള ഭാഗങ്ങളും ഉപകരണങ്ങളുമായി സൈന്യത്തിന്റെ 2ാമത്തെ സംഘം ഡൽഹിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേന വിമാനത്തില് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ച ഉപകരണങ്ങൾ 17 ട്രക്കുകളിലായി വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ബെയിലി പാലം പൂർത്തിയായാൽ മാത്രമേ മുണ്ടക്കൈയിലേക്ക് വലിയ വാഹനങ്ങളും യന്ത്ര സാമഗ്രികളും എത്തിക്കാൻ സാധിക്കൂ. എന്നാൽ മാത്രമേ അവിടെ അകപ്പെട്ടിരിക്കുന്ന ബാക്കി മനുഷ്യരെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ. രക്ഷാദൗത്യം ഏതാണ്ട് 2 ദിവസമായി പൂർണ്ണമായും വിജയിച്ച മട്ട് തന്നെയാണ്. 2 ദിവസം കൊണ്ട് രക്ഷിക്കാൻ സാധിച്ചത് 1592 പേരെയാണ്.
ഒരു രക്ഷാദൗത്യത്തിൽ ഇത്രയധികം പേരെ ചുരുങ്ങിയ സമയത്തിൽ രക്ഷിക്കാൻ സാധിച്ചത് ഏകോപിതവും അതിവിപുലവുമായ ദൗത്യത്തിന്റെ ഫലം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ദുരന്തമുണ്ടായതിന്റെ സമീപ സ്ഥലങ്ങളിലെ 68 കുടുംബങ്ങളിലെ 206 പേരെ 3 ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതില് 75 പുരുഷന്മാരും 88 സ്ത്രീകളും 43 കുട്ടികളുമുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് പെട്ടുപോയവരും ഒറ്റപ്പെട്ടു പോയ ആളുകളും വീടുകളിൽ കുടുങ്ങിയവരുമായ 1386 പേരെയും രക്ഷിച്ചിട്ടുണ്ട്. 528 പുരുഷന്മാർ, 559 സ്ത്രീകൾ, 299 കുട്ടികൾ എന്നിവരെ 7 ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 201 പേരെ ആശുപത്രിയിൽ എത്തിച്ചു. ഇതിൽ 90 പേർ ചികിത്സയിലാണ്. ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെയും ഉരുൾപൊട്ടലിൽ പാലം ഒലിച്ചുപോയ ചൂരൽമല ടൗൺ വരെയും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെയോടെ ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ നിന്ന് 4 കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് ശൃംഖല പുനർനിർമ്മിച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. പ്രാഥമിക വിവരപ്രകാരം 3 കോടി രൂപയുടെ നഷ്ടമാണ് ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തു മാത്രം KSEBക്ക് മാത്രം ഉണ്ടായിരിക്കുന്നത്. മേപ്പാടി സെക്ഷൻ പരിധിയിലെ 3 കിലോമീറ്റർ 11 kV ലൈനുകളും 8 കിലോമീറ്ററിലെ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 2 ട്രാൻസ്ഫോമർ കാണാതായി. 6 ട്രാൻസ്ഫോമർ നിലംപൊത്തി. 1000-ഓളം ഉപഭോക്താക്കളുടെ സർവീസ് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. പ്രാഥമിക ജോലികൾ നിർവഹിക്കാനും രക്ഷാപ്രവർത്തനത്തിന് സഹായം നൽകാനും സബ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ 2 ടീമിനെ വാഹനസഹിതം സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ജനങ്ങൾ സജീവമായി ഇടപെടുകയാണ്. ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി ആരാധനാലയങ്ങളും മതപഠന കേന്ദ്രങ്ങളും മാറി. മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടിയപ്പോൾ ആളുകൾക്ക് ആദ്യം അഭയകേന്ദ്രമായത് ചൂരൽമലയിലെ ജുമാ മസ്ജിദും മദ്രസയും സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയവും ആയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ മുതൽ മദ്രസയിലും പള്ളിയിലും ആളുകൾ നിറഞ്ഞു കവിഞ്ഞു. മസ്ജിദിന്റെ വരാന്തയും സമീപത്തെ ഷെഡുമെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. ഭക്ഷണം നൽകുന്നതും അവിടെ വെച്ച് തന്നെയാണ്. ദുരിതബാധിതരെ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നിന്ന് മേപ്പാടിയിലെ ക്യാമ്പിലേക്ക് മാറ്റിയതോടെ പള്ളി രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി മാത്രമായി വിട്ടു നൽകി. മേപ്പാടി നെല്ലിമുണ്ടയിലെ അമ്പലം ഹാള് ദുരിതാശ്വാസ ക്യാമ്പാണ്. 3 കുടുംബങ്ങളെ ഇവിടെ പാർപ്പിച്ചു. ചുണ്ടക്കര സൺഡേ സ്കൂളിലും ചേര്യംകൊല്ലി ചുള്ളിയാന ഗുഡ്സ് ഷെപ്പേർഡ് ദേവാലയത്തിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചുണ്ടക്കരയിൽ 21 കുടുംബവും ചുള്ളിയാനയിൽ 6 കുടുംബവുമാണ് നിലവിലുള്ളത്. എല്ലാ ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രകൃതി ദുരന്തത്തെ പൊരുതി തോൽപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഇപ്പോൾ പൊലിഞ്ഞ ജീവനുകൾ 276 എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ. കാണാതായ 191 പേരിൽ അവശേഷിക്കുന്ന ജീവനു വേണ്ടി സർവസന്നാഹങ്ങളോടുകൂടിയും തെരച്ചിൽ തുടരുകയാണ്. ദുരന്ത മേഖലയിൽ നിന്ന് 1596 പേരെ ഇതിനോടകം രക്ഷപ്പെടുത്താൻ സന്നദ്ധ സംഘടനയ്ക്ക് ഒറ്റയായും സംഘമായിട്ടുമുള്ള രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ മരണസംഖ്യകൾ വർദ്ധിക്കുകയാണ്. പരിക്കേറ്റ ആളുകളുടെ എണ്ണം അതിലേറെ വർദ്ധിക്കുകയാണ്. മരണസംഖ്യ ഗണ്യമായി ഉയർന്നേക്കുമെന്ന് തന്നെയാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. കാണാതായ ആളുകൾക്കും മരണമടഞ്ഞ ആളുകൾക്കും സമാനതകളില്ലാത്ത രക്ഷാദൗത്യമാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ പാലം തകർന്ന് ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈയിൽ ബുധനാഴ്ച പകല് മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെ എത്തിച്ചിട്ടാണ് തെരച്ചിൽ തുടരുന്നത്. കെട്ടിടങ്ങളുടെ സ്ലാബുകൾ അടക്കം നീക്കം ചെയ്താണ് തിരച്ചിൽ. കാരണം അതിന്റെ അടിയിൽ ഏതെങ്കിലും മനുഷ്യർ പെട്ടുപോയോ എന്ന് തിരിച്ചറിയാം. ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ തുടർന്ന രക്ഷാദൗത്യം ബുധനാഴ്ച പുലർച്ചെ പുനരാരംഭിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ സ്ഥാനമായ മുണ്ടക്കൈയിലെ തകർന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബുധനാഴ്ച രാവിലെ അനേകം മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. ബുധനാഴ്ച സർവ്വസന്നാഹങ്ങളോടെയും രക്ഷാദൗത്യം തുടരുകയായിരുന്നു. വീടുകളിൽ കുടുങ്ങിയ 22 പേരെയും റിസോർട്ടിലെ ഒറ്റപ്പെട്ട 12 പേരെയും ഉച്ചയോടെ രക്ഷാദൗത്യ സേന ക്യാമ്പുകളിലേക്ക് മാറ്റി. ബുധനാഴ്ചയും തുടർച്ചയായി പെയ്ത മഴ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി.
സൈന്യത്തിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കയിൽ ബെയിലി പാലം നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 17 ട്രക്കുകളിലായിട്ടാണ് പാലത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ കഴിഞ്ഞത്. മദ്രാസ് മിലിറ്ററി എഞ്ചിനീയറിംഗ് വിങ്ങിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് പുഴയിൽ വെള്ളമുയർന്നതോടെ 2 തവണയാണ് പാലം പണി നിർത്തിവെക്കേണ്ടി വന്നത്. ഹെലികോപ്റ്ററിലാണ് സൈന്യം ഭക്ഷണവും കുടിവെള്ളവും എത്തിച്ചത്. മണ്ണിനടിയിലെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ പരിശീലനം ലഭിച്ച 3 സ്നിഫർ ഡോഗുകൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മരിച്ചതായി സ്ഥിരീകരിച്ച 167-ൽ 79 പുരുഷന്മാരും 64 സ്ത്രീകളുമാണ്. വയനാട് 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8304 പേരാണ് നിലവിലുള്ളത്. ദുരന്ത മേഖലയിൽ മാത്രം 8 ക്യാമ്പുകൾ തുറന്നു. മന്ത്രിമാരൊക്കെ ഉണ്ട് അവിടെ, MLA-മാരുണ്ട്, ജനപ്രതിനിധികളൊക്കെ വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഗവർണർമാരായ ആരിഫ് മുഹമ്മദ് ഖാനും CV ആനന്ദബോസ്, K ശ്രീധരൻപിള്ള എന്നിവർ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇടമുറിയാത്ത രക്ഷാദൗത്യവുമായിട്ട് തന്നെയാണ് ആ മേഖലയിൽ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആളുകളെ സംബന്ധിച്ച് സ്കൂളിലെ രക്ഷപ്പെട്ട അധ്യാപകർ വേദനയോടുകൂടി ഓർക്കുന്നു. മരണസംഖ്യ 276 അതിൽ ഇനിയും മരണസംഖ്യ ഉയരുമെന്ന് തന്നെയാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. എങ്ങും നിലവിളികൾ മാത്രമാണ്. ഇപ്പോ ഒരു പ്രവാസി തന്റെ വേണ്ടപ്പെട്ടവരെ വിളിക്കുന്നു, ആരും ഫോൺ എടുക്കുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. ഈ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്താണ് ജിഷ്ണുവിന്റെ വീട്. അമ്മയും അച്ഛനും അച്ചമ്മയും ഭാര്യയും പെങ്ങളും അനിയന്മാരും ഒക്കെ അടങ്ങുന്ന കുടുംബത്തിൽ എന്ത് സംഭവിച്ചെന്നറിയില്ല. ഫോൺ ചെയ്യുമ്പോൾ എടുക്കുന്നില്ല. വേവലാതിയോടെ ആ നാട്ടിലെ വിവിധ ആളുകളെ വിളിച്ചപ്പോൾ ഏതാണ്ട് നല്ലൊരു വിഭാഗം കുടുംബാംഗങ്ങളും മരണപ്പെട്ടു എന്ന വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട് ഉപകരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലരും മണ്ണിനടിയിൽ കിടക്കുന്നു. ജീവനറ്റ ശരീരം ഏറ്റുവാങ്ങുന്ന ജീവനുള്ളവർ ഇതിലും നല്ലത് മരണമായിരുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ മാനസിക വേദനയിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നവർ ചോദിക്കുന്നു. കാരണം ഉറ്റവരും ഉടയവരുമൊക്കെ ഒലിച്ചു പോകുന്നത് നേർക്ക് നേരെ കണ്ടവരാണ് പലരും. ദുരന്ത മുഖത്ത് ഇന്നാർക്കും ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, അവർക്ക് ഹലാലാണോ ഫുഡ് പ്രശ്നമല്ല, ക്രിസ്ത്യൻ ദേവാലയത്തിൽ അന്തി ഉറങ്ങാമോ പ്രശ്നമല്ല, മദ്രസയിലോ അമ്പലങ്ങളിലോ നമുക്ക് ഇന്ന് കേറാമോ കുഴപ്പമില്ല, രാഷ്ട്രീയ വൈരം പ്രശ്നമല്ല, രക്തം പ്രശ്നമല്ല, ആരാണ് ചികിത്സിക്കുന്നത് പ്രശ്നമല്ല, വനിതാ ഡോക്ടർ തന്നെ വേണോ, മുസ്ലിം തന്നെ ആയിരിക്കണോ, ഒരു പ്രശ്നവുമല്ല. നമസ്കരിക്കാൻ മുറി വേണ്ടേ, ഹിജാബ് വേണ്ടേ, അപ്പിക്കുപ്പായം വേണ്ടേ, കുരിശടികൾ വേണ്ടേ, ഇതൊന്നും ഇന്ന് പ്രശ്നമല്ല. ഇവിടെ ഇന്നിവർക്ക് വേണ്ടത് ജീവൻ മാത്രമാണ്. 2 കാലുകൾ കുത്തി നിൽക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ന് മനുഷ്യർ. ദുരന്ത ഭൂമിയുടെ ചുറ്റളവിൽ ആ കൊച്ചു കുഞ്ഞെഴുതിയതുപോലെ ദൈവം ഇതൊന്നും കാണുന്നില്ലേ? ദൈവത്തിന് ഇവരെ രക്ഷിക്കാൻ സാധിക്കുന്നില്ലേ? എങ്ങും പ്രാർത്ഥനകളില്ല. അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം, പടച്ചവന്റെ സാന്നിധ്യം ഇല്ല. ഇന്ന് മനുഷ്യരിറങ്ങണം. രക്ഷാപ്രവർത്തകരെ മാത്രമാണ് ഇന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവരിറങ്ങണം, അവരധ്വാനിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും പ്രശ്നമല്ല. വിറങ്ങലിച്ചു നിൽക്കുന്ന പച്ചയായ മനുഷ്യർ മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത്. നീളുന്ന സഹായ ഹസ്തങ്ങളിൽ കയറി പിടിക്കുകയാണ്. കച്ചിത്തുരുമ്പിൽ കയറി പിടിക്കുന്നത് പോലെ ജീവൻ രക്ഷപ്പെടണം. ജാതിയും മതവും വസ്ത്രധാരണവും ഒന്നും ഈ ദുരന്ത ഭൂമിയിൽ മനുഷ്യനെ ബാധിക്കുന്നതേയില്ല. അവർക്ക് വേണ്ടത് ജീവൻ രക്ഷിക്കണം. നായയാണ് മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. പട്ടി ഹറാമാണ്, ഇന്നാർക്കും പ്രശ്നമല്ല. ദുരന്ത മുഖങ്ങളിൽ നമ്മൾ മനുഷ്യരെ മാത്രമേ കാണാറുള്ളൂ. ദുരന്തങ്ങൾക്ക് തൊട്ടു മുമ്പ് വരെ ജാതിയുടെയും മതത്തിന്റെയും സംഘടനയുടെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞ് തമ്മിൽ കലഹിച്ചവർ, അവൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്, ഇവൻ ഹിന്ദുവാണ്, ഞാൻ നായരാണ്, ഈഴവനാണ്, സുന്നിയാണ്, ഷിയാണ്, ജമാഅത്താണ്, കത്തോലിക്കനാണ്, യാക്കോബയാണ്, എവിടെയില്ല. ദുരന്ത മുഖങ്ങളിൽ മനുഷ്യരാകാനുള്ള,
പച്ചയായ മനുഷ്യരാകാനുള്ള അപൂർവമായ ചില സാഹചര്യങ്ങൾ മാത്രമാണിത്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ മറക്കും. വീണ്ടും നമ്മൾ ജാതിയും മതവും സംഘടനയും രാഷ്ട്രീയവും പറഞ്ഞു തുടങ്ങും. നമസ്കാര മുറികൾക്കു വേണ്ടി നമ്മൾ ഇനിയും അലമുറയിട്ട് തുടങ്ങും. കാരണം നമ്മുടെ നാട് ഇങ്ങനെയാ, നമ്മൾ ഇങ്ങനെയാ. അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ പറയാറുള്ളത് മലയാളി പൊളിയാണെന്ന്. അതെ, ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് അവരുടെ ജീവൻ പ്രധാനപ്പെട്ടതാണ്. ഉറ്റവരുടെയും ഉടയവരുടെയും ജീവനുകൾ അവർക്ക് തിരിച്ചു പിടിച്ചേ മതിയാകൂ. അതിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണെന്ന് മനുഷ്യർ. എന്തായിരുന്നാലും അത്തരം ആളുകൾ രക്ഷപ്പെടട്ടെ. രക്ഷപ്പെട്ടാൽ മാത്രമല്ലേ ഇനിയും ഇവർക്ക് ജാതിയും മതവും പറഞ്ഞ് തമ്മിൽ കലഹിക്കാൻ പറ്റൂ. എൻ്റേതാണ് മുന്തിയത്, നിൻ്റേത് കുറച്ച് വോൾട്ടേജ് കുറഞ്ഞതാണ് എന്ന് പറയാൻ ഇവർക്ക് കഴിയണ്ടേ. അതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി.